പാർലമെന്റിൽ സത്യപ്രതിജ്ഞയ്ക്കിടെ ജയ് പാലസ്തീൻ മുദ്രാവാക്യം വിളിച്ച MP അസദുദ്ദീൻ ഒവൈസിയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കേണ്ടതുണ്ടോ? എന്താണ് സംശയം? ലോക്സഭയിൽ നിന്ന് പുറത്താക്കണം. ഇങ്ങനെ ആവശ്യപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് മുന്നിൽ അപേക്ഷ. ഭരണഘടനയുടെ 102-ാം അനുച്ഛേദം ചൂണ്ടിക്കാണിച്ചാണ് അപേക്ഷ അവതരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നുള്ള MPയും AIMIM അധ്യക്ഷനുമാണ് ഒവൈസി. ഒരു അന്യരാജ്യത്തോട് കൂറു കാണിക്കുന്ന സാഹചര്യം പാർലമെന്റിലുണ്ടായി. അതുകൊണ്ട് തന്നെ സഭാംഗത്വത്തിൽ നിന്നും ഒവൈസിയെ അയോഗ്യനാക്കണം എന്നതാണ് ആവശ്യം. പാർലമെന്റിൽ സത്യപ്രതിജ്ഞയ്ക്കിടെ ഒവൈസി മുദ്രാവാക്യം വിളിച്ചത് വളരെ വിചിത്രമായിരിക്കുന്നു. അദ്ദേഹം കൂറു പുലർത്തുന്നത് ആ രാജ്യത്തോടാണ് എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. പരാതിക്കാരൻ രാഷ്ട്രപതിക്ക് അയച്ച കത്തിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: സത്യപ്രതിജ്ഞയ്ക്കിടെ ജയ് പാലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചതിന് പിന്നാലെ പാർലമെന്റിലും പ്രതിഷേധമുണ്ടായിരുന്നു. വിഷയത്തിൽ ഒവൈസിക്കെതിരെ പരാതിയുമായി ശോഭ കരന്തൽജെ MP രംഗത്തെത്തുകയും ചെയ്തു. ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് പാലസ്തീൻ എന്ന് പറഞ്ഞായിരുന്നു ഒവൈസി തന്റെ സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. തന്റെ വാക്കുകൾ ഭരണഘടനയുടെ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതല്ല എന്നാണ് സംഭവത്തിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം. ഇന്ത്യൻ പാർലമെന്റിൽ ജയ് പാലസ്തീൻ മുദ്രാവാക്യം ഉയർത്തിയതിലൂടെ ഒവൈസിക്ക് വിദേശ രാജ്യത്തോടുള്ള ആഴത്തിലുള്ള കൂറും വിധേയത്വവുമാണ് കാണിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 102D പ്രകാരം ഒരു വിദേശ രാജ്യത്തോട് വിധേയത്വം അല്ലെങ്കിൽ അനുസരണയുള്ള ആളെ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി അഭിഭാഷകനായ അലാഖ് അലോക് രാഷ്ട്രപതിക്ക് പരാതി നൽകിയത്. അസദുദ്ദീൻ ഒവൈസി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായിരുന്നു ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നത് എങ്കിൽ സഭയ്ക്കുള്ളിൽ ഉണ്ടാക്കുന്ന ഒച്ചപ്പാടും ബഹളവും ഇതിലും വലുതാകുമായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ വിഘാതം സംഭവിക്കുമായിരുന്നു. ഹൈദരാബാദ് സീറ്റിൽ നിന്ന് 5-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തേഹാദുൽ മുസ്ലിമിൻ നേതാവ് അസദുദ്ദീൻ ഒവൈസി ഉറുദുവിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം ഒരു പ്രാർത്ഥനയും ചൊല്ലിയിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമായിരുന്നു പശ്ചിമേഷ്യൻ രാജ്യത്തോടൊപ്പം മുസ്ലിം എന്ന AIMIM-ന്റെ മുദ്രാവാക്യം ഉയർത്തിയത്. ഇതിനു പുറമെ അദ്ദേഹം തന്റെ സംസ്ഥാനമായ തെലങ്കാനയും ഭരണഘടനാ ശില്പി ഭീംറാവു അംബേദ്കറെ പ്രശംസിച്ചു. അദ്ദേഹത്തിന്റെ പരാമർശം ലോവർ ഹൌസിൽ ബഹളത്തിനിടയാക്കി. സത്യപ്രതിജ്ഞ അല്ലാതെ മറ്റൊന്നും രേഖപ്പെടുത്തില്ലെന്ന് ചെയറിലുണ്ടായിരുന്ന രാധാമോഹൻ സിംഗ് അംഗങ്ങൾക്ക് ഉറപ്പു നൽകി. എന്നിട്ടും കുറച്ചു സമയം ബഹളം തുടർന്നു. പാർലമെന്റിലെ നിയുക്ത MPമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാലസ്തീന് ജയ് വിളിച്ച് ഞെട്ടിച്ച അസദുദ്ദീൻ ഒവൈസി ആരാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും തിരിയുന്നത്. ഇതിലും പരസ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആർക്കാണ് സാധിക്കുക എന്നും ജനങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ട്. AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി ഹൈദരാബാദിൽ നിന്നുള്ള ലോക്സഭാ MPയാണ്. സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസി, നജ്മുനിസ ബീഗം ഇവരുടെ മകനായി 1969 മെയ് 13-നാണ് അദ്ദേഹം ജനിച്ചത്. ഹൈദരാബാദിലെ ഒരു രാഷ്ട്രീയ കുടുംബം. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ അബ്ദുൾ വാഹിദ് ഒവൈസി മജ്ലിസ് ഇത്തിഹാദിൽ മുസ്ലിമിനെ 1987 സെപ്റ്റംബർ 18-ന് അഖിലേന്ത്യാ മജ്ലിസ് ഇത്തിഹാദിൽ മുസ്ലിമിൻ എന്നാക്കി മാറ്റുകയും ചെയ്തു. പിതാവ് സുൽത്താൻ സലാഹുദ്ദീൻ 1962-ൽ ആന്ധ്ര നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സലാഹുദ്ദീൻ 1984-ൽ ആദ്യമായി ഹൈദരാബാദ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2004 മുതൽ തിരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തുടർച്ചയായി വിജയിച്ചു. 2008-ൽ സലാഹുദ്ദീൻ അന്തരിച്ചു. ഹൈദരാബാദിലെ നിസാം കോളേജിൽ ഒവൈസി ബിരുദം പൂർത്തിയാക്കി. 1994 VC ട്രോഫിയിൽ സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി അണ്ടർ-25 ക്രിക്കറ്റ് ടീമിനെ ഫാസ്റ്റ് ബൗളറായി പ്രതിനിധീകരിച്ച അദ്ദേഹം പിന്നീട് സൗത്ത് സോൺ യൂണിവേഴ്സിറ്റി ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. തൊഴിൽപരമായ ബാരിസ്റ്ററാണ്. ലണ്ടനിലെ ലിങ്കൺസ് ഇൻ എന്ന കോർട്ടിലാണ് പഠനം നടത്തിയത്. അസദുദ്ദീൻ ഒവൈസിയുടെ സഹോദരൻ അക്ബറുദ്ദീൻ ഒവൈസി തെലങ്കാന നിയമസഭയിലെ അംഗമാണ്. ഇളയ സഹോദരൻ ബുർഹാനുദ്ദീൻ ഒവൈസിയാണ് മറ്റൊരു സഹോദരൻ. ഉറുദു പത്രമായ ഇത്തിമാദിന്റെ എഡിറ്ററുമാണ് അദ്ദേഹം. എല്ലാം കൊള്ളാം, ഈ വിശേഷണങ്ങളും കുടുംബ പാരമ്പര്യവും പശ്ചാത്തലവും ഒക്കെ കൊള്ളാം. പക്ഷേ ചോറിങ്ങും കൂറങ്ങും എന്ന് പറയുന്നത് പോലെ ഒവൈസിയുടെ പാർലമെന്റിലെ പ്രവൃത്തി ഒരിക്കലും ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തോട്, അതും സ്വന്തം രാജ്യത്തിൻ്റെ പാർലമെന്റിൽ ഒരു അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസരത്തിൽ മറ്റൊരു രാജ്യത്തോട് കൂറു കാണിക്കുക എന്ന് പറയുന്ന ആൾ ഏറ്റവും വലിയ അപകടകാരിയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.